നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് വെട്ടിലായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി വലിയൊരു ധാർമ്മികതയുടെ വിഷയം ഉയർത്തിക്കാണിച്ച കോൺഗ്രസിന് പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ടാണ് MLA സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയാത്തത് എന്നാണ് ഇപ്പോൾ ഭരണകക്ഷിയിലെ എല്ലാ അംഗങ്ങളും ചോദിക്കുന്നത്. രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളം വിവിധ കക്ഷികൾ പ്രക്ഷുബ്ധമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുമ്പോഴും കോൺഗ്രസ് കൂടിയാലോചനകളിൽ തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എൽദോസ് കുന്നപ്പിള്ളിക്കും വിൻസെന്റിനുമൊന്നും ഇല്ലാത്ത എന്ത് അപരാധമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് തുണയ്ക്കുന്നവരും ചോദിക്കുന്നുണ്ട്. ലൈംഗിക പീഡന കേസിൽ ഒരാരോപണം ഉയർന്നതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടു, തങ്ങളെ നശിപ്പിച്ചു, തങ്ങളുടെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടില്ല. മാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന വിചാരണകളല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാതലായ മറ്റു പ്രശ്നങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല, അല്ലെങ്കിൽ കേസ് എടുക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പിണറായി വിജയൻ സർക്കാരിലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിലും ഉണ്ടായിരുന്ന മന്ത്രിമാരടക്കമുള്ള ആളുകൾക്കെതിരെ ലൈംഗിക ആരോപണ കഥകൾ ഉണ്ടായിരുന്നു, കൃത്യമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും അവരെയൊന്നും തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ മെനക്കെടാതിരുന്ന CPM ഇപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്നത് എന്നുള്ളത് ചോദ്യം കൂടി പ്രസക്തമാണ്. മുകേഷ് MLA-ക്കെതിരെ പോലീസ് സ്ത്രീപീഡനത്തിന് FIR ഇട്ട് കേസെടുക്കുകയും ഒരു വേള അറസ്റ്റ് രേഖപ്പെടുത്തുക വരെ ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നിട്ടും ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുത്തിരിക്കുന്ന വനിതാ കമ്മീഷൻ അന്ന് മുകേഷിനെ വെറുതെ വിടുകയായിരുന്നു. ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. അതായത് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു, ഗർഭചിത്രം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ശബ്ദരേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരം ഒരു കേസ് എടുത്തിട്ടുള്ളത് എന്നറിയുമ്പോൾ ബാലാവകാശ കമ്മീഷനിലും ഇതുപോലൊരു കേസ് വന്നിട്ടുണ്ട്. ഷിൻഡോ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാളാണ്, ഒരു വക്കീലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും രാഹുലിനെതിരെ കേസുണ്ട്. എന്നാൽ രാഹുൽ പീഡിപ്പിച്ചു എന്ന് പരാതി ഉയർത്തുന്ന ഒരു പരാതിക്കാരും പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ പരാതി നൽകാത്ത അടിസ്ഥാനത്തിൽ, കേസ് കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എങ്ങനെയാണ് നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ശിക്ഷിക്കുക എന്നുള്ളത് ചോദ്യം തന്നെയാണ്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകും. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു. 2026 3.0 ആവർത്തിച്ച് തുടർഭരണം നേടാൻ ആഗ്രഹിക്കുന്ന പിണറായി വിജയനും CPM-നും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പീഡന കേസ് വീണ് കിട്ടിയ വലിയൊരു സുവർണാവസരം തന്നെയാണ്. 3.0 ആവർത്തിക്കുന്നതിനുള്ള പിണറായി വിജയന് പൂവിരിച്ച പാതയായി മാറിയിരിക്കുന്നു രാഹുലിൻ്റെ ഈ പീഡന കഥകളും കോൺഗ്രസിനകത്ത് ഇതേ ചൊല്ലിയുണ്ടായ അടിപിടികളും. അക്ഷരാർത്ഥത്തിൽ വെട്ടിലായ കോൺഗ്രസ് രാഹുലിനെ കൈക്കൊള്ളാനും കൈവിടാനും പറ്റാത്ത സ്ഥിതിയിൽ വട്ടം കറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിനിടയിൽ രമേശ് ചെന്നിത്തല VD സതീശൻ പോരിൻ്റെ ഭാഗമായി തന്നെ രമേശ് ചെന്നിത്തല ആദ്യമേ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം വരെ രാജിവെച്ച് തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, അതാണ് മാന്യത, അതാണ് രാഷ്ട്രീയ സദാചാരം എന്ന് രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. VD സതീശനെതിരെ രമേശ് ചെന്നിത്തല നടത്തിയ ഒരു വലിയ കരുനീക്കം തന്നെയായിരുന്നു ഇത്. കാരണം VD സതീശൻ ക്യാമ്പിലായിരുന്നു രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിൽ അടക്കമുള്ള ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ യുവനിരകൾ എല്ലാവരും തന്നെ. അപ്പോൾ സതീശനെ അടിക്കാൻ കിട്ടിയ ഈ ഒരു വടി രമേശ് ചെന്നിത്തല കൃത്യമായി തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. എന്നാൽ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ കോളിളക്കം ഉണ്ടാക്കുന്നതിന് മുമ്പ് താൻ സ്വമേധയാ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി VD സതീശനും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ള കാര്യത്തിൽ VD സതീശനും സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാ രാജിവെക്കില്ല എന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോഴാണ് AICCയുടെ നിർദ്ദേശപ്രകാരം KPCC കൂടിയാലോചനകൾ നടത്തി. വിവിധ തലങ്ങളിലുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ രാഹുലിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഇല്ലാതാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 6 മാസത്തേക്കാണ് രാഹുലിൻ്റെ കോൺഗ്രസ് പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം റദ്ദ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവിടെയും മറ്റൊരു വെല്ലുവിളി കോൺഗ്രസിന് നേരിടുന്നുണ്ട്. കാരണം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം പോലും നൽകാൻ കഴിയാത്ത ഒരാളെ എങ്ങനെയാണ് പിന്നെ പാർട്ടിയുടെ MLA ആയി ജനങ്ങൾക്ക് മുകളിൽ ഇവർക്ക് കെട്ടിയേൽപ്പിക്കാൻ കഴിയുക എന്ന് തന്നെയാണ് ചോദ്യം. ഇത് തന്നെയാണ് ഇപ്പോൾ ഭരണകക്ഷിയിലുള്ള
ആളുകൾ ചോദിക്കുന്നത്. പാർട്ടിക്ക് പോലും വേണ്ടാത്ത ഒരു MLA യെ എന്തിനാണ് നാട്ടുകാരുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ കെട്ടിയേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഒരു വിഴുപ്പ് പാണ്ഡം പോലെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് ജനതയ്ക്ക് മുകളിൽ ഇവരിങ്ങനെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യവുമായി മന്ത്രി MP രാജേഷ് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് വെട്ടിലായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ നിർബന്ധിച്ച് രാജിവെപ്പിക്കാൻ പറ്റില്ല. കാരണം എൽദോസ് കുന്നപ്പള്ളി, A. വിൻസെന്റ് തുടങ്ങിയ ആളുകൾക്കെതിരെയും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. എന്തിന് കേരളത്തിൻ്റെ ചുമതലയുള്ള AICC വർക്കിംഗ് സെക്രട്ടറിയായ KC വേണുഗോപാലിനെതിരെ വരെ സ്ത്രീപീഡന കേസുകൾ ഉണ്ടായിരുന്നു. ആ സന്ദർഭങ്ങളിലൊന്നും ഇത്തരം നേതാക്കന്മാരെ പാർട്ടി കൈവെടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആകുന്നതിന് ഏതാണ്ട് 3-3.5 വർഷം മുൻപ് നടന്ന ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണം എന്നുള്ളതാണ് രാഹുലിനെ അനുകൂലിക്കുന്നവരെല്ലാവരും ചോദിക്കുന്നത്. എന്നാൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു കയറുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാൽ, പിണറായി വിരുദ്ധ തരംഗം നിലനിൽക്കുന്നതിനാൽ സ്ത്രീ പീഡകരെ തങ്ങളുടെ കൂടെ കൂട്ടി ഉള്ള പ്രതിച്ഛായ കളഞ്ഞു കുളിച്ച് കൂടുതൽ സങ്കീർണാവസ്ഥയിലേക്ക് കോൺഗ്രസിന് നയിച്ച് ജയിക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെടുത്തുവാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകണം എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളടക്കമുള്ള ആളുകൾ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇന്നലെ ബിന്ദു കൃഷ്ണയും MLA ഉമാ തോമസുമെല്ലാം ഈ കാര്യങ്ങൾ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ വിളിച്ചു പറയുകയുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ച് പിന്മാറണം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എന്നുള്ളത് നോമിനേറ്റ് ചെയ്യപ്പെട്ട പദവിയാണ്. മറ്റത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അതായത് MLA സ്ഥാനം ജനങ്ങൾ നൽകിയ പദവിയാണ്. അപ്പോൾ ജനങ്ങളെ ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കാതെ ഇനിയും MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ വഹിക്കാൻ പാടില്ല. അതുകൊണ്ട് MLA സ്ഥാനം ഒരു നിമിഷം കളയുന്നതിന് മുമ്പ് രാഹുൽ രാജിവെക്കണം എന്നാണ് കോൺഗ്രസിനകത്തെ പ്രബലരായിട്ടുള്ള വനിതാ നേതാക്കളെല്ലാവരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്നാൽ MLA സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ പാലക്കാട് ഉടനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ക്ഷീണം ചെയ്യും. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ നാണക്കേടായിരിക്കും. മാത്രമല്ല BJPക്ക് സാധ്യതയുള്ള ഒരു മണ്ഡലം എന്ന രീതിയിൽ BJPക്ക് നിയമസഭയിൽ ഒരു അക്കൗണ്ട് തുറക്കുവാൻ കോൺഗ്രസ് വഴിയൊരുക്കുന്നതായി കോൺഗ്രസിന് പിന്നീട് ചരിത്രം പഴി പറയും. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെക്കേണ്ട എന്ന് കോൺഗ്രസ് ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പുല്ലിൻ്റെ വില പോലും കൽപ്പിക്കാതെ കോൺഗ്രസ് പെരുമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും എടുത്തു കാണിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനകത്തെ ചക്കളത്തി പോരാട്ടം കൊണ്ട് 2026 ഒരുപക്ഷെ ജയിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഇവർ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. പിണറായി വിജയന് ഒരു 3.0 ആവർത്തിച്ച തുടർഭരണത്തിലേക്കുള്ള വഴിയാണ് ഇവരെല്ലാവരും കൂടി ഒരുക്കി കൊടുക്കുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കേരളത്തിലെ നിഷ്പക്ഷ മതികളായ ജനങ്ങളും പറയുന്നത്. ഇക്കാര്യത്തിൽ ഇനി എന്ത് തരത്തിലുള്ള നടപടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഉണ്ടാകാൻ പോകുന്നത്? മനഃപൂർവ്വം രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നിർബന്ധിച്ച് രാജിവെപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയാം. എന്നാൽ ഇതിന് മറ്റൊരു പിന്നാമ്പുറ വർത്തമാനം കൂടി കേൾക്കുന്നുണ്ട്. കോൺഗ്രസിനകത്തെ പ്രഗത്ഭരായ പല നേതാക്കന്മാരുടെയും രഹസ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുണ്ട്. തന്നെ നിർബന്ധിച്ച് പുറത്താക്കുന്ന പക്ഷം, നാണം കെടുത്തുന്ന പക്ഷം താൻ അതെല്ലാം പുറത്തുവിടും എന്നുള്ള നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് രാഹുലിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതും കോൺഗ്രസിന് വെട്ടിലാഴ്ത്തുന്നുണ്ട്. എന്തായാലും ഇനി ഈ വിഷയത്തിൽ കൂടുതൽ സങ്കീർണമായ വിഷയങ്ങൾ തന്നെയാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കുക.